Okay. Thank you for attendance. Okay. Is it clear now? Okay. All of you take first chapter, safety first. Okay. Safety first. Let us start. Look, you learn and follow the rules of whichever game you play. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ സേഫ്റ്റി ഫസ്റ്റ് എന്ന നോക്കുക, യു ലേൺ ആൻഡ് ഫോളോ ദ റൂൾസ് ഓഫ് വിച്ച് എവർ ഗെയിം യു പ്ലേ. നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? ഉണ്ടോ? മിസ് ആദ്യമേ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്താണ് അവർ പറഞ്ഞേക്കുന്നത്? യു ലേൺ ആൻഡ് ഫോളോ ദ റൂൾസ് ഓഫ് വിച്ച് എവർ ഗെയിം യു പ്ലേ. നിങ്ങൾ കളിക്കുന്ന എല്ലാ ഗെയിമിലും, ചെറുതായാലും വലുതായാലും എല്ലാ ഗെയിമിലും നിങ്ങൾ അതിലെ നിയമങ്ങൾ അനുസരിക്കാറുണ്ട്. എത്ര പേരനുസരിക്കാറുണ്ട്? ചില കുട്ടികളുടെ ഒരു ടെൻഡൻസി ഉണ്ട് അല്ലേ, എന്താണ്, ഞാൻ ഫസ്റ്റ്. എന്ത് കാര്യത്തിനെടുത്താലും അല്ലേ ആദ്യം പറയും ഞാനത് ചെയ്യും, നീ അങ്ങോട്ട് മാറി നീക്കി ഞാൻ ചെയ്യുന്നു പറയല്ലേ. നമ്മൾ പല കുട്ടികൾക്കുമുള്ള ഒരു ശീലമാണതല്ലേ, എന്തിലും ഞാൻ ഫസ്റ്റ് ആവണം അല്ലേ, എനിക്ക് ഒന്നാമത് വേണം, എനിക്ക് ഒന്നാമത് ചെയ്യണം. അത് ശരിക്കും ശരിയാണോ തെറ്റാണോ? നോക്കിക്കേ, ഇവിടെ പറയുന്നു യു ലേൺ ആൻഡ് ഫോളോ ദ റൂൾസ് ഓഫ് വിച്ച് എവർ ഗെയിം യു പ്ലേ. നമ്മൾ ഏത് ഗെയിമാണ് കളിക്കുന്നതെങ്കിലും, ചെറുതായാലും വലുതായാലും ഏത് കളിയായാലും കാര്യമായാലും നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിൻ്റെ നിയമങ്ങൾ അനുസരിക്കുകയും ചെയ്യാറുണ്ടോ? നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? ഒരു ഗെയിം കളിക്കുകയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം വരികയാണ്, ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുക? ഞാൻ ഫസ്റ്റ് ചെയ്യും എന്നാണോ? അതോ ആ ഗെയിമിന്റെ നിയമങ്ങൾ, അതിന്റെ രീതി അനുസരിച്ച് നമ്മളുടെ ടേൺ വരെ ക്ഷമയോടെ കാത്തു നിൽക്കുമോ? നിങ്ങളുടെ സ്വഭാവം എന്താണ്? നിങ്ങൾ സ്വയം ഒന്ന് തീരുമാനിച്ചു നോക്കുക, ഏതാണ് നല്ലത്. ഓക്കെ, ഇനി അടുത്തത്, യു വോക്ക് ഓൺ ദ ഫുട് പാത്ത് ഓർ ഓൺ ദ സേഫ് സൈഡ് ഓഫ് ദ റോഡ്. ഇനി അടുത്തത്, റോഡിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം. റോഡിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്? അതെ, വരുന്ന വണ്ടിക്കാരല്ലേ, അവര് വേണേ മാറിപ്പോട്ടെ, ഞാൻ ഇതിലേ കൂടെ നടക്കുള്ളൂ അല്ലേ. ചില മക്കൾക്ക് വാശിയുണ്ടല്ലേ, അവര് വേണമെങ്കിൽ മാറിപ്പോട്ടെ, ഞാൻ ഇതിലേ നടക്കുള്ളൂ അല്ലേ, എനിക്ക് നടക്കണം ഇതിലേ കൂടെ. ചെറിയ കുറുമ്പ്, വാശി അല്ലേ. പക്ഷെ അതൊക്കെ എന്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത് എന്നുള്ളതാണ് സേഫ്റ്റി ഫസ്റ്റ് എന്നത് ഈ ലെസണിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അടുത്തത്, ഡു യു നോട്ട് ഗെറ്റ് ഇൻ ടു ഓർ ഗെറ്റ് ഓഫ് എ മൂവിങ് ബസ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബസ്സിൽ നിന്നും നിങ്ങൾ ഇറങ്ങാൻ പാടില്ല. അതുപോലെ ബസ് നിർത്തിയ ശേഷം മാത്രമേ ബസ്സിലെ സീറ്റിൽ നിന്നും എണീക്കാൻ പാടുള്ളൂ. എത്ര പേര് ചെയ്യുന്നുണ്ട്? ബസ്, അതൊക്കെ നമുക്കൊരു ഹീറോയിസം ആണല്ലേ, ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുക. കണ്ടോ, ഞാൻ എന്ത് ഹീറോയിസം ചെയ്ത പോലെ ഉണ്ടല്ലേ. ശരിയാണോ തെറ്റാണോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മുഹമ്മദ് സിയാദ് വീഡിയോ ഓൺ ചെയ്തേ. ജൂലിയറ്റ്, turn on your video. Only 21 participants here. Okay, all of you can mark attendance മാർക്ക് ചെയ്യാം കേട്ടോ. ഓൺലി 60% ഇവിടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഏതെങ്കിലും ക്ലാസ്സിൽ ആബ്സെന്റ് ആയ കുട്ടികൾ, ഇൻഫോം ചെയ്യാതെ ആബ്സെന്റ് ആയ കുട്ടികളുണ്ടോ? ഇവിടെ ഇരിക്കുന്നവരിൽ ആരെങ്കിലും ഉണ്ടോ കഴിഞ്ഞ ദിവസത്തെ ഏതെങ്കിലും ക്ലാസ്സിൽ ഇൻഫോം ചെയ്യാതെ ആബ്സെന്റ് ആയ മക്കൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർ ലീവ് ചെയ്ത് സാറിനോട് റീസൺ പറഞ്ഞ ശേഷം ക്ലാസ്സിൽ കയറാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, യു ഫോം എ ക്യൂ ഫോർ ഹാവിങ് ഡിന്നർ അറ്റ് ഹോം. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്യൂ പാലിക്കാറുണ്ടോ? എത്ര പേര് പാലിക്കാറുണ്ട്? വീട്ടിൽ ക്യൂ ഒന്നും പാലിക്കുകയല്ലേ.
വീട്ടിൽ ക്യൂ പാലിക്കേണ്ട, പക്ഷെ വീട്ടിലെ ഡൈനിങ് ടേബിളിൽ നമ്മൾ പെരുമാറേണ്ട ഒരു രീതിയുണ്ട്. ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്നും പഠിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്താണ് നമ്മൾ പുറമേ പോയാലും കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് എന്ന ഈ ചാപ്റ്ററിലൂടെ എങ്ങനെയാണ് നമ്മൾ അപകടങ്ങളെ ഒഴിവാക്കേണ്ടത്, കൂടാതെ എങ്ങനെയാണ് മെച്യൂർഡായ വെൽ മാനേർഡായ നല്ല കൾച്ചറുള്ള മക്കളായി വളരേണ്ടതെന്നും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് യു ലേൺ ആൻഡ് ഫോളോ ദ റൂൾസ് വിച്ച് എവർ ഗെയിം യു പ്ലേ എന്നതിലൂടെ പറയുമ്പോൾ നമ്മൾ കളിക്കുന്ന കളികൾ മാത്രമല്ല, എവിടെ ആയിരുന്നാലും അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ കാര്യങ്ങൾ അനുസരിക്കുക എന്നതാണ് നല്ല ഒരു നമ്മൾ അതിനെ എതിർക്കാമോ? തെറ്റ് കണ്ടാൽ എതിർക്കണം, പക്ഷെ ആ എതിർക്കുന്നതിന് അതിൻ്റെതായ രീതിയുണ്ട്. അല്ലാതെ നമ്മളുടെ ഇഷ്ടപ്രകാരമല്ല എതിർക്കേണ്ടത്. തെറ്റ് കണ്ടാൽ എതിർക്കണം, അതിന് അതിൻ്റെതായ രീതിയുണ്ട്. പൊട്ടിത്തെറിക്കല്ല വേണ്ടേ. ഓക്കെ, തെറ്റുണ്ടെങ്കിൽ ആ തെറ്റിനെ തിരുത്താനുള്ള മാർഗമുണ്ട്. അതിനെ മാന്യമായ രീതിയിൽ നമ്മൾ ചെയ്യണം. അതുപോലെ ഏത് ഗെയിം ആയാലും എന്തിലായാലും നമ്മൾ ഡീസൻ്റ് ആയിട്ട് പെരുമാറണം. അപ്പോഴാണ് നമ്മളുടെ വീടിൻ്റെയും നമ്മൾ പഠിച്ചിറങ്ങിയ സ്കൂളിൻ്റെയും പേരിന് ഫേമസ് ഉണ്ടാവുക. അല്ലെ ചോദിക്കും, ഇതൊക്കെ എവിടെ നാടാ ഇറങ്ങി വന്നതെന്ന് ചോദിക്കുമല്ലേ? നമുക്കൊക്കെ ഒരു ഹീറോയിസ് ഉണ്ടല്ലേ, എവിടെ പോയാലും ഒച്ചപ്പാടും വെച്ച് ബഹളം വെച്ച് അറ്റൻഷൻ സീക്കിങ് അല്ലേ? മിസ്സൊക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാലേ എന്താ ചെയ്യാ, കുറെ ആൾക്കാർ ഇങ്ങനെ ക്യൂ നിന്ന് ടോക്കൺ എടുക്കുന്നുണ്ടാവും ഡോക്ടറെ കാണാൻ വേണ്ടി. ചിലരുണ്ട് അതിന്റെ ഇടയ്ക്കൂടെ വന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് സൈഡിൽ കൂടെ വന്ന് ടോക്കൺ എടുത്തിട്ട് വേഗം കയറി പോകും. ശരിക്കും അത് ഹീറോയിസം ആണോ? അല്ല അല്ലേ? ആ ലൈനിൽ നിൽക്കുന്നവരെല്ലാരും വിഡ്ഢികളാക്കുക നമ്മൾ ചെയ്യുന്നല്ലേ? സഫ ലിസൺ ഹിയർ അല്ലേ? അപ്പോൾ ലൈനിൽ നിൽക്കുന്ന എല്ലാവരും വിഡ്ഢികളായി നമ്മൾ ഹീറോ ആവുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലേ? ആ ലൈനിൽ നിൽക്കുന്നവരുടെ എല്ലാവരുടെയും ഒരു മുഷിപ്പ് നമ്മൾ സമ്പാദിക്കുക ചെയ്യുന്നത്. നമുക്ക് തിരക്കുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നേരത്തെ ഇറങ്ങണം. അപ്പോൾ നമ്മളെ എല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുക അല്ലെ? സ്നേഹിക്കണമെന്നും ഇഷ്ടപ്പെടണമെന്നും. എന്താണ് ഷാൻ കൈ ഉയർത്തിയത്? ഓക്കെ, സോ അതുപോലെ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന പോളിസിയാണ് വേണ്ടത് അല്ലെ? നമ്മൾ ഏതായാലും ലൈനിൽ നിൽക്കുമ്പോൾ നമ്മളുടെ മുമ്പിൽ ലൈനിൽ നിൽക്കുന്നവർ അവരും നമ്മളെ പോലെ തന്നെ തിരക്കുള്ളവരായിരിക്കും അല്ലെ? അവരെ ഓവർടേക്ക് ചെയ്തിട്ട് ഞാൻ ഹീറോ ആയി എന്ന ഭാവമല്ല വേണ്ടത്. മറിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് ഡീസന്റ് ആയ ഒരു സിറ്റിസൺ ആവുകയാണ് ചെയ്യേണ്ടത്. ഏത് ആസ്പത്രിയിലായാലും എവിടെ പോയാലും. അപ്പോഴാണ് പറയാ അല്ലേ, ഇതാണ്ടോ എന്ത് കൾച്ചേർഡായ കുട്ടി എന്നാണ് പറയാ. സഫ, ടേൺ ഓൺ യുവർ വീഡിയോ. ആൻജോ, ഓക്കെ. ഇനി അതുപോലെ റോഡിൽ കൂടെ നടക്കുമ്പോഴത്തെ കാര്യം അല്ലെ? റോഡിൽ കൂടെ നടക്കേണ്ടത് വാഹനങ്ങൾക്ക് പോകാൻ പ്രത്യേക സ്ഥലമുണ്ട്, മനുഷ്യന്മാർക്ക് നടക്കാൻ ഫുട്പാത്ത് ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ റോഡുകളിൽ ഫുട്പാത്തുകൾ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടില്ല. ഇപ്പോഴുണ്ടെങ്കിലും ലൈൻ ഉണ്ടേ ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴും അതിന്റെ റോഡിന്റെ റൂൾസുകൾ അനുസരിച്ചേ മതിയാവൂ. അല്ലാതെ വണ്ടിക്കാർക്ക് വേണേ മാറിപ്പോകട്ടെ, മറ്റുള്ളവർക്ക് മാറിപ്പോകട്ടെ, ഞാൻ ഇവിടെ അല്ലെ? നമ്മളുടെയൊക്കെ മെയിൻ പ്രശ്നം, നമ്മൾ വീട്ടിലെ 1ഉം 2ഉം ചെറിയ കുട്ടികൾ മാത്രമായിട്ട് അവിടുത്തെ രാജാവായിട്ട് വാഴും അല്ലെ? നമ്മൾ പറയുന്നത് പേരൻസിനെ കൊണ്ട് അനുസരിപ്പിക്കും, പക്ഷെ അത് പുറത്തിറങ്ങിയാൽ നടക്കുവോ? ഇല്ല. സോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ മാനേഴ്സ് പഠിക്കണം. അതുപോലെ ബസ്സിൽ നിന്നിറങ്ങുന്ന കാര്യം, ഇതൊക്കെ മിസ് ക്ലാസ് വരുന്നതനുസരിച്ച് പറഞ്ഞുതരും. അപ്പോൾ നമ്മൾ സേഫ്റ്റി ഫസ്റ്റ് എന്ന ലെസണിൽ നോക്കുക. First, newspapers carries news of accident almost every day. Accidents cause harm to life and property. This cause pain and suffering. Accidents can be avoided if we follow safety rules at home, at school, on the playground, on the roads. Injuries at home are mostly caused by slipping on the floor, burns, electric shocks, and chemical poisoning. Make your home a safe place. Being aware and alert will go a long way in keeping you safe. എന്താ മക്കളെ ഈ പാഠത്തിൽ പറയുന്നത്? സിയാദ്, ലിസൺ ഹിയർ. മുഹമ്മദ് സിയാദ് കുഞ്ഞിന്റെ മോളുടെ പേര് അങ്ങനെ തന്നെയാണോ? മുഹമ്മദ് സിയാദ് എന്ന പേരിൽ എവിടെ കയറിയിരിക്കുന്നത്? മോളുടെ പേരെന്താ? മുഹമ്മദ് സിയാദ് എന്ന പേരിൽ. അൺമ്യൂട്ട് ചെയ്തേ മോളെ. മുഹമ്മദ് സിയാദ് എന്താ പേര്? ശരിയായ പേരെന്താ? മുഹമ്മദ്. അങ്ങനെ വേണം കയറാൻ, അല്ലാതെ മിസ് അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോ ആരാ മിസ്സിന് മനസ്സിലാവുക? ഓരോരുത്തർ സ്വന്തം പേരിൽ മാത്രമേ കയറാവുള്ളൂ കേട്ടോ, അല്ലെ അറ്റൻഡൻസ് പോകും.
ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആക്സിഡന്റിന്റെ കാര്യങ്ങളൊക്കെ കുറെ കേൾക്കും. നമ്മൾ അതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുകയല്ല, വേണേ രണ്ട് കുറ്റവും പറയും അല്ലേ, അവൻ ശ്രദ്ധിക്കാതെ ഓടിച്ചിട്ടല്ലേ, എന്തിനാ വണ്ടിക്ക് ഇത്ര സ്പീഡ് നമ്മൾ കുറെ കമന്റ്സുകൾ പറയും, അല്ലെങ്കിൽ അറിഞ്ഞില്ലാത്ത ഭാവം നടിക്കും. പക്ഷെ നാളെ ഒരു പക്ഷേ ഇതൊന്നും പത്രത്തിലൂടെ ആയാലും ന്യൂസ് പേപ്പറിലൂടെ നമ്മൾ വായിക്കുന്നത് നമുക്കൊരു മുന്നറിയിപ്പ് തരികയാണ്. എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്കും ഇതുപോലെ വരാം എന്നൊരു ഇൻഫർമേഷൻ ആണ്, ഒരു മുന്നറിയിപ്പാണ്, അല്ലെങ്കിൽ വാർണിംഗ് ആണ് നമുക്ക് ഓരോ ദിവസത്തെ ന്യൂസ് പേപ്പറിലുള്ള ആക്സിഡന്റുകൾ തരുന്നത്. അല്ലാതെ വെറുതെ വായിച്ചിട്ട് അയ്യോ കഷ്ടം എന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യല്ല ചെയ്യേണ്ടത്. അത് ഇങ്ങനെയൊക്കെ ആയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന ഒരു ഇൻഫർമേഷൻ ആണത്, ഒരു അറിവാണ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും വന്ന ശേഷം അതിനെക്കുറിച്ച് പരിതപിച്ച് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല അല്ലെ. അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ ഭേദം അസുഖം വരാതെ നോക്കുകയാണെന്ന് പറയല്ലേ. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയും. ഇതുപോലെ ഒരു സംഭവം, മോശമായ ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ വന്ന ശേഷം അതിനെ പരിഹരിക്കാൻ ആശുപത്രികളോടും കയറി നടന്ന് വേദനയും നഷ്ടവും എല്ലാം സംബന്ധിച്ച് അതിനെ പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത്, അത് വരാതെ നോക്കാനുള്ള ബുദ്ധിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിനുവേണ്ടിയൊക്കെ കൂടിയാണ് ഇതുപോലുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് നമ്മുടെ ലെസൺസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഈ സേഫ്റ്റി റൂൾസ്? നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കാം അല്ലെ. ചുട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയല്ലേ. എന്താണ്? ചെറുപ്പത്തിൽ നമ്മൾ എന്ത് സ്വഭാവം നമ്മൾ രൂപവൽക്കരിക്കപ്പെടുന്നു അത് നമ്മളുടെ അവസാനം വരെ അത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമെന്നാ പറയുന്നേ. അപ്പൊ നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് തന്നെ, മാതാപിതാക്കളിൽ നിന്നും സ്കൂളിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ പഠിച്ചെടുത്ത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് ജീവിച്ചാൽ നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറവായിരിക്കും. മറ്റുള്ളവരിൽ നമ്മളെ അവരുടെ കണ്ണിലെ കരടായി, അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ മുഖം, ഒരു പഴഞ്ചൊല്ല് പറയുന്നത്, നമ്മളെ കാണുമ്പോൾ കാണുന്നവരുടെ കണ്ണിൽ പ്രകാശമില്ലെങ്കിൽ സ്വർണം തരാമെന്ന് പറഞ്ഞാൽ പോലും അവിടെ നിൽക്കാൻ പാടില്ല എന്ന്. അതായത് നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ മുഖത്തുണ്ടാകുന്ന ഭാവം ഉണ്ടാവുമല്ലോ, ഒരു ഇംപ്രഷൻ ഉണ്ടാവുമല്ലോ, അത് സന്തോഷത്തിൻ്റെതല്ല, ചെറിയൊരു ഡൾനെസ് ആണെങ്കിൽ എന്ത് മനസ്സിലാക്കാം? നമ്മളെ അയാൾക്ക് ഇഷ്ടപ്പെട്ടുന്നില്ല. എന്താണ് റീസൺ? അത് അയാളുടെ കുഴപ്പം കൊണ്ടല്ല. എന്തുകൊണ്ടാ? നമ്മളുടെ ബിഹേവിയർ കൊണ്ടാണ്. ഓക്കെ, നമ്മളായിരിക്കുന്നിടത്ത് നമ്മൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നമ്മളുടെ പ്രസൻസ് നല്ലതല്ല എന്നാണ് അർത്ഥം. അതിന്റെ മെയിൻ കാരണം തന്നെ ഒരു കൾച്ചേർഡായി പെരുമാറാത്തതിൻ്റെയാണ്, അറിവില്ലായ്മയുടേതാണ്. അപ്പൊ നമ്മൾ സ്കൂളിൽ നിന്നും വീട്ടിൽ നിന്നും ആ രീതികൾ ആദ്യമേ പഠിച്ചെടുക്കണം. ഓക്കെ, ഇനി നോക്കുക, ഫസ്റ്റ് ഹോമിലുള്ള ഇഞ്ചുറീസിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Injuries at homes are mostly caused by slipping on the floor, burns, electric shocks and chemical poison. എന്താണ് സ്ലിപ്പിംഗ് ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ലിപ്പിംഗ് ഓൺ ദ ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താ? നിലത്ത് തെന്നി വീഴുക. നിങ്ങൾ മക്കളായിരിക്കും കുറേ പ്രാവശ്യം തെന്നി വീണിട്ടുണ്ടാവും അല്ലേ, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല അല്ലേ. പക്ഷെ കുറച്ച് പ്രായമായവരാണ് ആ തെന്നി വീഴുന്നതെങ്കിലോ അത് മതി അവർ കിടപ്പിലാകാൻ അല്ലേ, ബെഡ് റിഡൻ ആവാൻ അതുപോലെ. എന്തുകൊണ്ടാ? അവരുടെ ബോഡി സ്ട്രക്ചർ അങ്ങനെയായി മാറി. നിങ്ങൾ ചെറിയ കുട്ടികളാകുമ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആണ്, എല്ലൊന്നും പൊട്ടിയാലും കുഴപ്പമില്ല, ചാടി എണീറ്റ് വേഗം പെട്ടെന്ന് സുഖമായിരുന്നു പ്ലാസ്റ്റർ ഒക്കെ ഇട്ടാൽ ശരിയാവും. പക്ഷെ പ്രായമായവർക്കും അത് പറ്റില്ല. ഇനി എന്തുകൊണ്ടാണ് തറയിൽ നമ്മൾ ഇങ്ങനെ സ്ലിപ്പിംഗ് ഓൺ ദ ഫ്ലോർ സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്താണ്? മെയിൻ റീസൺസ് വെള്ളത്തിന്റെ അംശമാണ് അല്ലേ. നമ്മൾ വെള്ളം കുടിച്ചിട്ട് നമ്മുടെ കയ്യിൽ നമ്മൾ കുടിക്കുമ്പോൾ വെള്ളം ഉറ്റി വീണിട്ടാവാം, നമ്മൾ കളിക്കുമ്പോൾ വെള്ളം ഉറ്റി വീണിട്ടാവാം, അല്ലെ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് പോകുമ്പോൾ കയ്യിൽ നിന്ന് വീണിട്ടുണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അത് നാച്ചുറൽ ആണല്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് വെള്ളം വീണു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ ഇൻ കേസ് വീണു പോയാൽ എന്ത് ചെയ്യണം? അമ്മേ വെള്ളം വീണു എന്നും പറഞ്ഞിട്ട് ഇറങ്ങി ഓടുവാണോ ചെയ്യേണ്ടത്? അല്ല. എന്ത് ചെയ്യണം? ഓൺ ദ സ്പോട്ട് പോയി അത് തുടയ്ക്കാനുള്ള തുണി എടുത്തുകൊണ്ട് വന്ന്, നിങ്ങൾ ആൺകുട്ടിയായാലും കുഴപ്പമില്ല പെൺകുട്ടിയായാലും കുഴപ്പമില്ല, ഞാൻ ആൺകൊച്ചാ, ഞാൻ അങ്ങനൊന്നും ചെയ്യല. ഇനി ആരെയും പറയുന്നത് ആൺപിള്ളേരല്ല അതൊന്നും ചെയ്യേണ്ട പെൺപിള്ളേരാന്ന് പറഞ്ഞാൽ പറയണം, ആൺപിള്ളേർക്കും പെൺപിള്ളേരും വീണാ വേദന ഒരുപോലാന്ന് പറയണം അല്ലേ. സോ ഓൺ ദ സ്പോട്ട് പോയിട്ട് അത് തുടയ്ക്കാനുള്ള തുണിയെടുത്ത് അവിടെ തുടച്ച് ഉണക്കി വെക്കണം. അങ്ങനെ ചെയ്യുന്നവരുണ്ടോ? എത്ര പേരുണ്ട്? നല്ല മക്കൾ എല്ലാവരും ചെയ്യുമല്ലേ. ഇനി മുതൽ അങ്ങനെ വേണം ചെയ്യാൻ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്ല, ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ നിന്നല്ല വേറെ ആരുടെയെങ്കിലും വെള്ളം വീണു, അവർക്ക് തുടയ്ക്കാൻ സമയം കിട്ടില്ല, ഇല്ല മറന്നുപോയി, വെള്ളം കാണുന്നോ അല്ലെങ്കിൽ എന്ത് എണ്ണയോ വെള്ളമോ എന്തും ആയിക്കോട്ടെ, നമ്മൾ ഓൺ ദ സ്പോട്ട് അത് ക്ലിയർ ചെയ്യണം, നീറ്റാക്കിയിരിക്കണം. ഇനി മുതൽ എല്ലാവരും അങ്ങനെ ചെയ്യുമോ? നല്ല മക്കളല്ലേ? ഗുഡ്. പിന്നെ നെക്സ്റ്റ് ബേൺസ്. എന്താണ് ബേൺസ്? പൊള്ളലുകൾ അല്ലേ. പൊള്ളലുകൾ പല രീതിയിൽ സംഭവിക്കാം.
തീ കൊണ്ട് പൊള്ളാം, എന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ വീണ് പൊള്ളാം അല്ലേ. അപ്പോൾ ഈ പൊള്ളലുകൾ, അതായത് നിങ്ങൾ മക്കൾ അടുക്കളയിൽ പണിയെടുക്കേണ്ടെന്നൊന്നും മിസ് പറയില്ല. 4ാം ക്ലാസ് എത്തിയില്ല, അത്യാവശ്യം ചായയും കാപ്പിയൊക്കെ വെച്ച് കുടിക്കാനും നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി തിന്നാനൊക്കെ പറ്റും. പക്ഷെ ബി വെരി കെയർ, വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഈ ഗ്യാസിന്റെ ആയാലും വിറകിന്റെ ആയാലും ഇലക്ട്രിക് സ്റ്റോവിന്റെ ആയാലും ചൂട് തട്ടിക്കുമ്പോൾ അറിയാണ്ട് നമുക്കൊരു റിഫ്ലെക്സ് ആക്ഷൻ ഉണ്ടാകും. എന്താണ് റിഫ്ലെക്സ് ആക്ഷൻ എന്നൊക്കെ പറഞ്ഞാല് വലിയ ക്ലാസ്സിൽ പഠിക്കേണ്ടതാണ്. എന്നാലും നമ്മുടെ തലച്ചോറ് സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും അപകടം പറ്റുകയുമ്പോൾ കൈ പൊള്ളി എന്ന സിഗ്നല് തലച്ചോറിലേക്ക് പോയി തലച്ചോറ് അതിനെ എന്താണ് അതിന്റെ നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ള മെസ്സേജ് തന്ന് നമ്മൾ അതിനെ സൂക്ഷിച്ചു വെക്കും. പക്ഷേ വേറൊരു പ്രശ്നം, നമ്മുടെ അങ്ങനെ നമുക്ക് അറിയിപ്പ് കിട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ കൈയുടെ പൊള്ളല്, സെൽന ലിസൺ ഹിയർ, ഓക്കെ, നമ്മുടെ പൊള്ളല് വലുതായിപ്പോവും. അതുകൊണ്ട് ഈ മെസ്സേജ് ബ്രെയിനിൽ പോകുന്നതിന് മുമ്പ് നമ്മുടെ നട്ടല് ബാക്ക് ബോണിനകത്തുള്ള സുഷുമ്ന ലൈക്ക് അതിനെ റിഫ്ലെക്സ് ആക്ഷൻ എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് മക്കൾ പിന്നെ പഠിക്കും. ഓക്കെ, റിഫ്ലെക്സ് ആക്ഷൻ പോലെ നമ്മൾ എന്ത് ചെയ്യും, ഒറ്റ താഴോട്ട് അങ്ങ് ഇടും അല്ലേ. കൈ പൊള്ളുന്നതാണ് നമ്മൾ അറിയാണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൈ സാധനം താഴോട്ട് അങ്ങ് ഇടും അല്ലേ. അതായത് കൂടുതൽ പൊള്ളൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടുന്നേ, പക്ഷെ അത് കൂടുതൽ അപകടം വരും. അതായത് റിഫ്ലെക്സ് ആക്ഷൻ മുഖാന്തരം നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ കൂടുതലുണ്ട്. നമ്മൾ ഓർക്കോ ഈസി അല്ലേ അടുക്കളയിൽ പണിയെടുക്കുന്നേ, ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം അപകടമുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പേടിച്ച് അവോയ്ഡ് ചെയ്യണമെന്നല്ല, ബി വെരി കെയർഫുൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വളരെ, അതായത് പൊള്ളാൻ സാധ്യതയുണ്ട്, ഇൻ കേസ് ചൂട് പറ്റിയാൽ എന്താണ് ചെയ്യേണ്ടത്, വളരെ സാവധാനം ശ്രദ്ധിച്ച് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇലക്ട്രിക് ഷോക്സ്. ഇത് പിന്നെ എന്തായാലും അല്ലേ, ഇലക്ട്രിക് ഷോക്സ് എന്ത് മക്കൾക്ക് എന്ത് ചെയ്യും, നനഞ്ഞ കൈ കൊണ്ട് പോയിട്ട് പ്ലഗ് ഇടും അല്ലേ. കുളിച്ച് വന്ന് കയറി കഴിഞ്ഞാൽ ഉടനെ അല്ലേ, നമ്മുടെ ശരീരം ഈർപ്പമുള്ള അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്യും വേഗം. അതായത് എന്തെങ്കിലും ലൂസൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും, പെട്ടെന്ന് ഷോക്ക് അടിക്കും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇലക്ട്രിക് ഷോക്ക് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട അപകടങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇലക്ട്രിക് ഷോക്കിനെ കുറിച്ച് എപ്പോഴും നമ്മൾ ബോധം, ഒരിക്കലും നനഞ്ഞ കൈ കൊണ്ട് നമ്മൾ ഇതിൽ പിടിക്കാൻ പാടില്ല. ഓക്കെ, അതുപോലെ ഇടിയും മിന്നലും ഒക്കെ വരുമ്പോഴല്ല പോയി ഇലക്ട്രിക് നമ്മൾ ഇത് അഴിച്ചിടേണ്ടത്, വരുന്നതിന് മുമ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഷോക്കിനെ കുറിച്ച് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. വളരെ അധികം ഉപകാരമുള്ളതാണ് കറണ്ട്, പക്ഷെ അതുപോലെ തന്നെ ഡേഞ്ചറസുമാണ്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തത് കെമിക്കൽ പോയിസണിങ്. എന്താ മക്കളെ കെമിക്കൽ പോയിസണിങ്? കെമിക്കൽ പോയിസൺ പല നമ്മൾ ഈ പെസ്റ്റിസൈഡ്സ് മീൻസ് നമ്മൾ ഈ എന്താണ് ഈ കളകൾ കടിക്കാനും ഇൻസെക്റ്റിനൊക്കെ അടിക്കാനും ഒക്കെ ഈ കീടനാശിനികളൊക്കെ വീട്ടിൽ വാങ്ങി വെക്കത്തില്ലേ. അപ്പോൾ അതിന്റെ കളറ് നിങ്ങൾക്ക് ഇപ്പം കുറച്ച് ബോധമായി, എന്നാലും ചെറിയ കുട്ടികളും കുറച്ച് അതിന്റെ കളറ് കണ്ടും മണം കണ്ടും ഒക്കെ അതൊക്കെ എടുത്ത് കഴിക്കും അല്ലേ. ചില ടാബ്ലറ്റ്സുകളായിരിക്കും, ചിലപ്പോൾ അതിന്റെ കളർ കണ്ട് നമ്മൾ എടുത്ത് കഴിക്കും അല്ലേ. പല രീതിയിൽ ഇങ്ങനെ പോയിസണിങ് വരാൻ സാധ്യത. അതുപോലെ പിന്നെ ചില ഗ്യാസുകൾ മണത്താൽ നമുക്ക് ശ്വാസം മുട്ട് വരും. അങ്ങനെ പല സാഹചര്യങ്ങളും കൊണ്ട് നമുക്ക് കെമിക്കൽ പോയിസൺ ഉണ്ട്. അതുപോലെ മരുന്ന് ഓവർഡോസ് ആയി കഴിക്കുക. അത് പിന്നെ നിങ്ങൾ 4ാം ക്ലാസ്സിലെത്തി ഇനി ചെയ്യില്ലായിരിക്കും അല്ലേ. അത് മരുന്നൊക്കെ ഡോക്ടർ പറഞ്ഞ പ്രിസ്ക്രിപ്ഷനിൽ പേരൻസിന് ഈ പ്രായത്തിലാണെങ്കിൽ പോലും നിങ്ങൾ സ്വയം മരുന്ന് കഴിക്കുന്നതിനോട് മിസ്സിന് താല്പര്യമില്ല. നിങ്ങൾ അടുക്കള പണിയെടുത്താൽ മിസ് ഓക്കെ പറയും, പക്ഷെ നിങ്ങൾ തന്നെ മരുന്ന് എടുത്ത് കഴിക്കുന്നതിനോട് മിസ്സിന് താല്പര്യമില്ല. കാരണം ഡോസ് കൂടാൻ പാടില്ല. ഓക്കെ, ഇത് എന്ന് എനിക്ക് ചുമ കുറച്ച് കൂടുതൽ അങ്ങ് കഴിച്ചേക്കാം, അത് പാടില്ല, റിയാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, ഇനി നോക്കുക, മേക്ക് യുവർ ഹോം എ സേഫ് പ്ലേസ്. നിങ്ങളുടെ വീട് സുരക്ഷിതമായ ഒരു നഗരം. അതെങ്ങനെയാണ് സുരക്ഷിതമാക്കാൻ പറ്റുന്നത്? അമ്മയും അച്ഛനും ഒക്കെ വീട് സേഫായി തന്നെ സൂക്ഷിക്കും, പക്ഷെ അതിലെ വില്ലന്മാര് കുട്ടികൾ തന്നെയാ. എങ്ങനെയാണ്? കളിച്ചിട്ട് കളിപ്പാട്ടം അവിടെ ഇട്ടേച്ചു പോകും ഇല്ലേ. കളിച്ചിട്ട് കളിപ്പാട്ടം എടുത്ത് തിരിച്ച് അത് സേഫായ സ്ഥലത്ത് വെക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങൾ 4ാം ക്ലാസ്സിൽ എത്തിയെന്നാലും ഇപ്പോഴും കളിപ്പാട്ടം ഉപയോഗിക്കുന്നുള്ളവരുണ്ടല്ലേ. എന്ത് പറ്റും, നിങ്ങൾ കളിപ്പാട്ടം അവിടെ ഇട്ടാല് നമ്മൾ തന്നെ ഒരു പക്ഷെ നമ്മുടെ വീട്ടിലെ ആൾക്കാരെ തിരക്കിന് എന്തായാലും ഉള്ളോട്ട് കയറി പോകുമ്പോഴായിരിക്കും ഇതേ ചവിട്ടി മറിഞ്ഞു കെട്ടി താഴോട്ട് വീഴും. പിന്നെ കാലും കൈയോടിഞ്ഞ് അത്ര പറ്റുള്ളെങ്കിൽ ഭാഗ്യം അല്ലേ. ഇനി കുറച്ച് പ്രായമായ ഗ്രാൻഡ് മദറും ഒക്കെ ഉണ്ടെങ്കിലോ, ഇനി നിങ്ങളുടെ അനിയനോ അനിയത്തി തന്നെ ഉണ്ടെങ്കിലോ, അതിലെ ചെറിയ പാർട്സ് എടുത്ത് അവരെടുത്ത് വീഴുങ്ങോ അല്ലേ. ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുവോ? അവർക്ക് ഇത് കൗതുകമായി ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ല കളർഫുള്ളും ഒക്കെ ആകുമ്പോൾ അവരത് തിന്നാൻ പറ്റുന്ന ഓർത്തത് വായിലിടും. ഓക്കെ, കളിപ്പാട്ടമല്ല ഏത് വസ്തുവായാലും നമ്മുടെ വീടിന്റെ ഫ്ലോറിലോ അല്ലെങ്കിൽ അത് അല്ലാത്ത സ്ഥലത്തോ കണ്ടാൽ നമ്മൾ അത് വേറൊരാൾ വന്ന് മാറ്റി വെച്ച് പോകാൻ അവസരം കൊടുക്കരുത്. നമ്മൾ തന്നെ അതെടുത്ത് സേഫായിട്ട് വെക്കണം. നമുക്കൊക്കെ ഉണ്ടല്ലേ തറയിൽ എന്തെങ്കിലും മുഹമ്മദ് ഷാൻ, ലിസൺ ഹിയർ,
നമുക്ക് എന്തെങ്കിലും സാധനം നിലയിൽ കണ്ടാൽ അത് അതിന്റെ മേലെ കൂടെ ചാടിക്കിടന്ന് നമ്മൾ അപ്പുറത്തോട്ട് പോകും. നമ്മൾ അത് എടുത്തിട്ട് വെക്കില്ല അല്ലേ? അതൊക്കെ അമ്മമാരുടെ ജോലിയല്ലേ അല്ലേ? ഞാനെന്തിനാ ചെയ്യുന്നേ? അതൊക്കെ പെണ്ണുങ്ങളുടെ ജോലിയല്ലേ? കൊച്ചാ ഞാനെന്തിനാ ചെയ്യുന്നേ അല്ലേ? ഇനി അങ്ങനൊന്നും ചിന്തിക്കണ്ട കേട്ടോ. എന്ത് സാധനമായാലും നിലത്ത് കിടക്കുന്നു, അല്ല അത് ഇരിക്കേണ്ട സ്ഥലത്തല്ല ഇരിക്കുന്നതെങ്കിൽ അതിനെ എടുത്ത് പ്രോപ്പറായ സ്ഥലത്ത് വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. സയൻസ് പഠിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറെ കാര്യങ്ങൾ നേടിയ തലയ്ക്കകത്ത് അറിവ് കിട്ടുക എന്നുള്ളതല്ല, പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ വെറുതെ കുറച്ച് ബൈഹാർട്ട് പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനല്ല, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ് ചെയ്യുമ്പോഴാണ് എഡ്യൂക്കേഷൻ കൊണ്ട് ഗുണമുള്ളത് തരുന്നത്. ഓക്കെ, അതുകൊണ്ട് എന്ത് സാധനമായാലും അത് മറ്റുള്ളവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ തന്നെ ചെയ്യണം. ഓക്കെ, അത് വലിയൊരു ആപത്തിൽ നിന്നും നമ്മുടെയും നമ്മുടെ കുടുംബത്തെയും രക്ഷിക്കും. അപ്പൊ അതിൽ പര സ്നേഹം നമുക്ക് മറ്റുള്ളവരെ കാണിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഓക്കെ, then safety at home, sleeping on the floor. A person can slip and fall on a wet floor, trip over scattered toys or stumble down on stairs. To avoid such accidents, എന്താ ചെയ്യേണ്ടത്? Keep the floors at home clean and dry. കണ്ടോ, കീപ് ദ ഫ്ലോർസ് അറ്റ് ഹോം ക്ലീൻ ആൻഡ് ഡ്രൈ. വീട്ടിലെ നിലത്തേക്ക് നമ്മുടെ ഇപ്പൊ ടൈൽസും മാർബിളും ഗ്രാനൈറ്റും അങ്ങനെ ഒക്കെ ആണെങ്കിൽ എന്ത് പറ്റും? വെള്ളം ഉള്ളപ്പോൾ തെന്നി വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതെപ്പോഴും കീപ് ക്ലീൻ ആൻഡ് ഡ്രൈ. എന്താ ആൻജോ? ലിസൺ ഹിയർ. ആരോടാ ഇവിടെ തിരിച്ചുകൊണ്ടിരിക്കുന്നേ? സഫ, ജൂലിയറ്റ്, ടേൺ ഓൺ യുവർ വീഡിയോസ്. ഓക്കെ, ടേക്ക് കെയർ ദാറ്റ് ദ ബാത്റൂം ആൻഡ് കിച്ചൺ ഫ്ലോർസ് ആർ നോട്ട് സ്ലിപ്പറി. കണ്ടോ, ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവങ്ങൾ ബാത്റൂമിൽ തെന്നി വീണ്ടാന്ന് പറയും അല്ലേ? ബാത്റൂമിൽ തെന്നി വീണ്ട അധികം അല്ല കൈയും കാലും ഒക്കെ ഒടിയുന്നത്. കാരണം ബാത്റൂമിലെ ടൈൽസ് നമ്മളിപ്പോൾ ഗ്രിപ്പുള്ള ടൈൽസ് ഇടുക എങ്കിലും എണ്ണയോ സോപ്പിന്റെയോ ഒക്കെ ആവശ്യമുള്ളപ്പോൾ തെന്നി വീഴാൻ സാധ്യത കൂടുതലുണ്ട്. അതുപോലെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോൾ സ്റ്റെയർ കേസും തെന്നി വീണാൽ ഭയങ്കര അപകടമാണ് അല്ലെ? തലയുടെ പുറകുവശമാണ് സ്റ്റെയർ കേസിൽ പോയാൽ അടിക്കുക. മിക്കവാറും അത് നല്ലൊരു അപകടത്തിലേക്ക് തന്നെ കൊണ്ടെത്തിക്കും. സോ അതുകൊണ്ട് കീപ് ദ ഫ്ലോർസ് അറ്റ് ഹോം ക്ലീൻ ആൻഡ് ഡ്രൈ. ടേക്ക് കെയർ ദാറ്റ് ദ ബാത്റൂംസ് ആൻഡ് കിച്ചൺ ഫ്ലോർസ് ആർ നോട്ട് സ്ലിപ്പറി. തെന്നുന്നതാവാൻ പാടില്ല. ഇൻ കേസ് തെന്നുന്നതാണെന്ന് കണ്ടാൽ അമ്മ വന്ന് വൃത്തിയാക്കാൻ നിൽക്കാതെ നിങ്ങൾ സ്വയം അത് ചെയ്യണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് അല്ലേ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റെയർസ് അല്ലേ, ക്ലീൻ ചെയ്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. നെക്സ്റ്റ്, ഡു നോട്ട് ലീവ് യുവർ ടോയ്സ് ആൻഡ് അതർ തിങ്സ് ലേയിങ് ഓൺ ഫ്ലോർ. കണ്ടോ, കളിച്ച ശേഷം ടോയ്സും അതുപോലെ സാധനങ്ങളും ഒരിക്കലും നിലത്ത് പരന്ന് കിടക്കാൻ അനുവദിക്കാൻ പാടില്ല. കളിച്ച് കഴിഞ്ഞ ശേഷം അത് സേഫായ പ്ലേസിൽ വെക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ക്ലിയർ? ആവണി മഹേഷ്, ടേൺ ഓൺ യുവർ വീഡിയോ. സഫ. നെക്സ്റ്റ് ഈസ് ബേൺസ്. Accidents due to a fire in the kitchen can cause serious injury or even death. To avoid such accidents, one must not wear synthetic clothes in the kitchen. Such clothes can fire easily. ഉണ്ടോ, സിന്തറ്റിക് ക്ലോസ്. അടുക്കളയിൽ നിന്നും തീ പിടിക്കല, ഗ്യാസ് സ്റ്റവ് പൊട്ടിത്തെറിച്ചെന്നും ഗ്യാസ് മറിഞ്ഞു വീണും എന്നൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ കേൾക്കുന്നില്ലേ? ഇപ്പൊ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്നത് എന്താണ്? ഗ്യാസ് സ്റ്റവ്. ഈയിടെ നിങ്ങൾ കണ്ടില്ലേ ഒരു ഇത്, എന്താണ് പവർ ബാങ്ക് പോക്കറ്റിലിട്ട് അത് തീ കത്തുന്നത് കണ്ടായിരുന്നോ? ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട്. അതായത് നമ്മള് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓവർ ഹീറ്റ് ആയിട്ട് അത് തുണിയിൽ കത്തിപ്പിടിച്ചിട്ട് അപകടം പറ്റുന്നത്. സോ ഇവിടെ ഏറ്റവും കൂടുതൽ അടുക്കളയിൽ നിന്നുമാണ് നമുക്ക് ബേണിംഗ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതൽ. കാരണം സ്റ്റൗവും ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് സ്പാർക്ക് ഒക്കെ വന്നിട്ടോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് തീ എന്തെങ്കിലും നമ്മൾ പിന്നെ ഈ എണ്ണയൊക്കെ ഒഴിച്ച് കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ അധികമാണെങ്കിൽ, ഫ്ലെയിം അധികമാണെങ്കിൽ അതിലേക്ക് തീ ഇങ്ങനെ ആളിപ്പടരും. അത് നമ്മൾ സിന്തറ്റിക് ക്ലോത്ത് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് ചൂട് ഇത് വലിച്ചെടുത്ത് നമുക്ക് പൊള്ളൽ കൂടും. കൂടാതെ അത് നമ്മുടെ മേത്തെ ഒട്ടിപ്പിടിച്ച് കഴിയുമ്പോൾ നമ്മളത് വലിച്ചു പറിക്കോ തുടയ്ക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ഭാഗത്തെ മാംസം കൂടി അതിൻ്റെ കൂടെ ഇങ്ങോട്ട് വരും. സോ എപ്പോഴും അടുക്കളയിൽ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും സിന്തറ്റിക് ക്ലോത്ത് ഉപയോഗിക്കാൻ പാടില്ല. കോട്ടൺ ക്ലോത്ത് ആണെങ്കിൽ അത്രയ്ക്ക് പെട്ടെന്ന് ഹീറ്റ് നമ്മളിലേക്ക്, അതും നമ്മുടെ ശരീരത്തേക്ക് ആ തുണി ഇങ്ങനെ ഉരുകി പിടിക്കില്ല. നിങ്ങൾ തന്നെ കണ്ടില്ലേ, പ്ലാസ്റ്റിക് എങ്ങാനും ഉരുകി നമ്മുടെ കയ്യിൽ വീണാൽ എന്ത് പറ്റും? അവിടെ വലിയൊരു കിണർ പോലെ കുഴിഞ്ഞു പോകും അല്ലേ? പ്ലാസ്റ്റിക് ഉരുകി അതിനകത്തോട്ട് അത്ര വീണു പോകും ഇല്ലേ? സോ നമ്മളുടെ വളരെയധികം ശ്രദ്ധിക്കണം.
When not in use, gas stoves must be turned off. They must be checked regularly to avoid leakage. അല്ലെ, ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് സംഭവിക്കുന്ന ഗ്യാസ് സ്റ്റൗവിൽ നിന്നൊക്കെയാണ്. ഗ്യാസ് സ്റ്റൗവിൽ എപ്പോഴും അതിന്റെ പൈപ്പ്, അതൊക്കെ സേഫ്റ്റി മെഷേഴ്സ് പേരൻസിന് അറിയാം. നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചെയ്യേണ്ടത്, ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം അതിന്റെ ഗ്യാസിന്റെ നോബ് ഓഫ് ചെയ്ത് വെക്കണം. ലീക്ക് ഉണ്ടെങ്കിൽ നമ്മളറിയില്ല. ഇപ്പം അതിന് സ്മെല്ലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടി. എങ്കിൽ കൂടി നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിക്കില്ല. നമ്മൾ വീടൊക്കെ അടച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഈ ഗ്യാസ് സ്റ്റൗ ഓഫ് ആക്കിയില്ല എങ്കിൽ ഒരു പക്ഷേ ഗ്യാസിൽ നിന്ന് ലീക്ക് ഉണ്ടാകും. ഗ്യാസ് വീട് മൊത്തം നിറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ വന്നിട്ട് ഒരു ലൈറ്റിന്റെ സ്വിച്ച് ഇട്ടാൽ മതി, ആ സ്പാർക്ക് കൊണ്ട് തന്നെ വീട് മൊത്തം പൊട്ടിത്തെറിക്കുന്ന രീതിയിലായി പോകും. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സില്ലി അല്ല ഈ കാര്യങ്ങളൊന്നും, വളരെ സീരിയസ് ആണ് ഓരോ കാര്യങ്ങളും. സോ അതുകൊണ്ട് റെഗുലേറ്റർ എപ്പോഴും ഓഫ് ചെയ്തിടുക. ഇതുപോലെ നമ്മൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ എന്തെങ്കിലും നമ്മൾ നോട്ടീസ് എന്തെങ്കിലും മണമുണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ച ശേഷം മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ലൈറ്റ് ഇടുക, സ്വിച്ച് ഓൺ ചെയ്യുക എന്നുള്ളത് തന്നെ. ഓക്കെ, അങ്ങനെ ഒരു സഫ ലിസൺ. സഫ, വാട്ട് ആർ ഡൂയിങ് ദർ? ആരോടാ സംസാരിച്ചോണ്ടിരിക്കുന്നത് സഫയോടെ? മിസ്സി പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ? Okay, next is electric shocks. Chemical appliances make our home easy. They should be handled carefully. കണ്ടോ, ഇപ്പം കറണ്ട് ഇല്ലാത്ത ലൈഫിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ? മിക്സിയും ഗ്രൈൻഡറും ഓവനും ഫാനും ഹീറ്ററും അല്ലേ, എന്താ ഒന്നുമില്ല. കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ നമുക്ക് ഇപ്പം ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. പക്ഷെ അത് എത്രമാത്രം കംഫോർട്ടബിൾ, എത്രമാത്രം നമ്മുടെ ലൈഫ് ഈസി ആക്കുന്നുണ്ടോ അത്രമാത്രം തന്നെ നമ്മുടെ ജീവിതത്തിന് ജീവൻ അപകടകാരി കൂടിയാണത്. ദാറ്റ് ഈസ് ഡേഞ്ചറസ് ടു. ഓക്കെ, ഡു നോട്ട് ടച്ച് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് വിത്ത് വെറ്റ് ഹാൻഡ്സ്. യു മേ ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക്. കണ്ടോ, നനഞ്ഞ കൈ കൊണ്ട് ഒരിക്കലും നമ്മൾ ഇലക്ട്രിക്കിലെ ഫിറ്റിംഗ്സ് തൊടാൻ പാടില്ല. കുളിച്ചു വന്ന ഉടനെയും മുഖം കഴുകിയ ഉടനെയും ഒന്നും നമ്മുടെ കൈയും ശരീരവും തണുത്ത് വെള്ളം ഈർപ്പം വെറ്റായിരുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ഇതിനെ സ്പർശിക്കാൻ പാടില്ല. ഡു നോട്ട് ടു ക്ലോസ് ടു ടേബിൾ ഫാൻസ് ഓർ ഹീറ്റേഴ്സ് ഇഫ് ദേ ആർ ഓൺ. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, ഇങ്ങനെ സംഭവിച്ച് മരിച്ചുപോയ ആളെ കുറിച്ച് പിന്നെ മിസ്സിന് അറിയാം. കാരണം വെച്ചാൽ നമ്മളൊക്കെ എന്ത് ചെയ്യും, ഈ ടേബിൾ ഫാനിന്റെ അടുത്ത് പോയിട്ട് കുളിച്ചു വന്നു കഴിയുമ്പോൾ മുടി ഉണങ്ങാൻ വേണ്ടിയിട്ട് അതിന്റെ അടുത്തോട്ട് പോയിട്ട് തല ഇങ്ങനെ കാണിച്ചിട്ട് ചെയ്യും അല്ലേ? പെൺപിള്ളേർക്കാണെങ്കിൽ മുടി വേഗം ഉണങ്ങാൻ വേണ്ടി എന്ത് ചെയ്യും, ഫാനിന്റെ കീഴെ പോയിരുന്നിട്ട് മുടി ഇങ്ങനെ കൈ കൊണ്ടാക്കി ഇതാ നമ്മുടെ ജോഹാന ബിജു ചെയ്യുന്ന പോലെ ചെയ്യും. ഇപ്പം കണ്ടോ ജോഹാന ബിജു ചെയ്യുന്നത് കണ്ടോ? ഇതുപോലെ ഫാനിന്റെ അടുത്ത് പോയെന്നിട്ട് ചെയ്യും. അപ്പോൾ എന്ത് പറ്റുന്നറിയണോ, ഈ ഫാനിന്റെ ലീഫില് ബ്ലേഡില് ഇത് ചുറ്റിക്കറങ്ങി വെച്ച് നമ്മുടെ ഇവിടുന്ന് സ്കള്ളോടെ പറിച്ചെടുത്തു, സ്കള്ളിലെ സ്കിന്ന് മൊത്തം അത് പറിച്ചെടുത്തോണ്ട് പോകും. അതും ഞാൻ മരണം വരെ സംഭവിക്കും. ഒരിക്കലും ഫാനിന്റെ കീഴിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്. അതുപോലെ ഹീറ്റേഴ്സിന്റെ ഒന്നും അടുത്ത് പോയി നമ്മൾ ഒരിക്കലും ഇതുപോലെയുള്ള പ്രവർത്തികൾ ചെയ്യാൻ പാടില്ല. If someone gets an electric shock or sees a pan, the main switch or the CMB miniature circuit breaker must be turned off immediately. അപ്പൊ ഇത് ചെയ്ത് കണ്ട ഉടനെ പോയി എന്താ ചെയ്യേണ്ടത്? ഒരാൾക്ക് ഷോക്ക് അടിച്ച് നിൽക്കുന്നുണ്ടാവണേ ഉടനെ പോയി അയാളെ പിടിച്ചു മാറ്റാൻ നല്ല നോക്കേണ്ടത്. മെയിൻ ആയിട്ട് തന്നെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യണം. ഇപ്പൊ MCB ഉണ്ടോ എല്ലാ വീടുകളിലും തന്നെ. അതായത് എന്തെങ്കിലും പെട്ടെന്ന് നമ്മൻ്റെ താഴെ ബ്രേക്ക് വീണോളും. ഇൻ കേസ് അങ്ങനെ ഇല്ല എങ്കിൽ നിങ്ങൾ അവരെ പിടിക്കാനല്ല പോകേണ്ടത്, ഫസ്റ്റ് പോയിട്ട് മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടത്. ഓക്കെ, മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുന്ന പോലെ നമുക്ക് കണ്ടിട്ടില്ലേ, വരുമ്പോൾ ഇങ്ങനെ ഹാൻഡിൽ പിടിച്ച് താഴോട്ട് ആക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ താഴ്ന്നതുകൊണ്ട് വീട്ടിൽ ശ്രദ്ധിച്ചു വെക്കണം, ചോദിച്ചു വെക്കണം. ഇനി അറിയില്ലെങ്കിൽ പേരൻസിനോട് ചോദിക്കണം ഇതിൻ്റെ അത് മെയിൻ സ്വിച്ച് ഏതാ, എങ്ങനെ ഓഫ് ചെയ്യുന്നതെന്ന്. ഓക്കെ, എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഷോക്കിൽ വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ പേഴ്സണെ ഒരിക്കലും കൈ കൊണ്ട് തൊടാൻ പാടില്ല. നമ്മളും ഷോക്ക് അടിച്ച് അവിടെ കിടക്കുകയുള്ളൂ. നമ്മളെ തൊടുന്നവരോടും കറണ്ട് പോകും. അങ്ങനെ ചേഞ്ച് ചെയ്യാനായിട്ട് അങ്ങനെ കിടക്കും. ഓക്കെ, അല്ലെങ്കിൽ അധികം ഷോക്ക് ആണെങ്കിൽ ഈ ഷോക്ക് അടിച്ച വ്യക്തി തീർച്ചയായും മാറിപ്പോകും. ഇല്ല എങ്കിൽ പിടിക്കുന്നവർ അവിടെ കിടക്കും. സോ ആദ്യമായിട്ട് ചെയ്യേണ്ടത് കണ്ട ഉടനെ ബഹളം വെക്കുകയല്ല ചെയ്യേണ്ടത്, വേഗം മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യുക. മെയിൻ സ്വിച്ച് ഓഫ് കഴിഞ്ഞാൽ കറണ്ടിന്റെ സപ്ലൈ അങ്ങ് പോയല്ലോ. കറണ്ട് സപ്ലൈ പോയി കഴിയുമ്പം ഈ പിന്നെ ആക്സിഡന്റിൽ പെട്ട് രക്ഷപ്പെട്ടോളൂ. നിങ്ങൾ ഒരിക്കലും പോയി ഡയറക്റ്റ് ആയിട്ട്, അല്ലെ പിന്നെ എന്ത് ചെയ്യണം, ഉണക്ക കമ്പ് കൊണ്ട് അടിക്കാനൊക്കെയാ പറയുന്നത്. അത് ഈ ഉണക്കക്കമ്പ് തപ്പാൻ പോകുന്ന സമയത്ത് മെയിൻ സ്വിച്ച് ഓഫ് ആകുമ്പോഴേ സേഫായി നമുക്ക് കഴിയാത്ത സ്ഥലത്ത് തന്നെ ആയിരിക്കും. പക്ഷെ അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് വീട്ടിൽ നിന്നും പേരൻസിനോട് ചോദിച്ചു പഠിച്ചിരിക്കണം. ഓക്കെ, ഈ കാര്യങ്ങളെ കുറിച്ച് ഈ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കണം. ഓക്കെ, അറിവ് പ്രാക്ടിക്കലായി ഉപയോഗിക്കാനും പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിസണിങ്. ആക്സിഡന്റൽ കൺസംഷൻ ഓഫ് കെമിക്കൽസ് ആൻഡ് മെഡിസിൻസ് ക്യാൻ കോസ് പോയിസണിങ്. എന്താണ് വിഷാംശമേക്കുക എന്ന് പറയും. എന്താണ്
ആക്സിഡന്റൽ കൺസംഷൻ ഓഫ് കെമിക്കൽസ് അല്ലേ. ചില കുട്ടികളുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, മരുന്നുകൾ എടുത്ത് കഴിക്കുക, പെസ്റ്റിസൈഡോ ഇൻസെക്ടിസൈഡോ, അതായത് കളനാശിനി കീടനാശിനി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പച്ചക്കറിക്കൊക്കെ വിഷം നമ്മൾ സ്പ്രേ ചെയ്യാൻ വേണ്ടി വാങ്ങി വെക്കും അല്ലേ, നമ്മൾ അറിയാതെ. ഇപ്പൊ നിങ്ങളുടെ ആ പ്രായം കഴിഞ്ഞു എങ്കിൽ കൂടിയും എന്നാൽ നമ്മൾ അറിയാണ്ട് ഇതെടുത്ത് ഉപയോഗിക്കാനുള്ള ചാൻസസ് ഉണ്ട്. പോയിസണസ് കെമിക്കൽസ് ഷുഡ് ബി പ്രോപ്പർലി ലേബിൾഡ് ആൻഡ് കെപ്റ്റ് അവേ ഫ്രം ഈറ്റബിൾസ്. മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ എന്ത് ചെയ്യണം, ഈ വസ്തുക്കൾ ഒരിക്കലും നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഈറ്റബിൾ ഫുഡ്സിന്റെ അടുത്ത് വെക്കാൻ പാടില്ല. അത് പ്രത്യേകം കുട്ടികൾക്ക് കയ്യെത്താൻ പറ്റാത്തടത്ത് പ്രത്യേകം ഒരു സ്ഥലത്ത് തന്നെ ലേബൽ ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. ഇനി അങ്ങനെ എവിടെയെങ്കിലും ഭക്ഷ്യവസ്തുക്കൾക്കിടയിൽ കണ്ടാൽ പേരൻസ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ പറയണം, ഞാൻ സയൻസ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ എന്താണ് കൺസംഷൻ ഓഫ് കെമിക്കൽസ് ഒക്കെ പോയിസണിങ് ആണ്, അതുകൊണ്ട് അത് ഈറ്റബിൾ ഫുഡ്സിനടുത്ത് വെക്കാൻ പാടില്ല, അതിനെ പ്രത്യേകം ലേബൽ ചെയ്ത് സേഫായി വേറൊരു സ്ഥലത്ത് കുട്ടികൾക്ക് ആർക്കും എത്താൻ പറ്റാത്ത സ്ഥലത്ത് തന്നെ വെക്കണമെന്ന് പറയണം. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഇത് കാരണം തിരക്കിനിടയ്ക്ക് ചിലപ്പോൾ അവർ ശ്രദ്ധിച്ചെന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ സയൻസ് പഠിച്ചാൽ, നിങ്ങൾ സ്കൂളിൽ പഠിച്ചാൽ അതിൻ്റെ ഉപയോഗം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം. അടുത്തത്, ഡു നോട്ട് ടേക്ക് എനി മെഡിസിൻ വിത്തൗട്ട് ആസ്കിങ് അനദർ. കണ്ടോ, ആ പേരൻസിന്റെ, അറിവുള്ള ഒരാളുടെ അഭിപ്രായം കൂടാതെ ഒരു മരുന്നും എടുത്ത് കഴിക്കാൻ പാടില്ല. ഡോസ് കൂടിയാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷം ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, ദെൻ ഇനി നമുക്ക് ആകെ 4 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ, അന്നത്തേക്ക് അത് തീരും. സോ അപ്പോൾ മനസ്സിലായോ എന്താണ് സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറഞ്ഞത്? എന്തുകൊണ്ടാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് അപകടം വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മിസ് പറഞ്ഞ കാര്യം എപ്പോഴും ഓർമ്മയിരിക്കുക, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഓക്കെ, രോഗം വന്ന് ചികിത്സിച്ച് ഭേദമാക്കുന്നേക്കാൾ നല്ലത് രോഗം വരാതെ നോക്കുകയാണ്. ആക്സിഡൻസ്, അപകടങ്ങളൊക്കെ സംഭവിച്ച ശേഷം അതിനെ പരിഹരിക്കുന്നതിലും ഭേദം അത് വരാതെ നോക്കുക എന്നുള്ളതാണ്. അതിനുള്ള അറിവുകൾ വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും കിട്ടുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗിക്കാൻ പഠിക്കുക. ഓക്കെ, ക്ലിയറാ? ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോഴത്തേക്ക് ഈ സേഫ്റ്റി ഫസ്റ്റ് എന്ന പോർഷൻ ഒന്ന് വായിച്ചിട്ട് ക്ലാസ്സിൽ കയറണം എല്ലാവരും. ക്ലിയർ ആണോ? മനസ്സിലായോ? എനി ഡൗട്ട്? ഓക്കെ, ജൂലിയറ്റ് ജോസിന്റെ ടേൺ ഓവർ വീഡിയോ. ഓക്കെ, സഫ ഇതെന്താ പാർട്ടിസിപ്പൻസ് കുറഞ്ഞു 21 ആയിരുന്നു, ഇപ്പൊ 8 എത്തിയല്ലോ. അത് ആരാണ് ലീവ് ചെയ്യുന്നത്? ഓക്കെ, ടാറ്റ, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.